നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ബഫർ സോൺ വിഷയത്തിൽ UDF നേതൃത്വത്തിൽ പ്രതിഷേധം കനക്കുന്നു. ജലസേചന വകുപ്പ് ഉത്തരവ് കത്തിച്ച് UDF പ്രതിഷേധിച്ചു. 22 മുട്ടം MBIP ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിലേക്ക് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ ധർണാ സമരം നടത്തി. AITUCയുടെ നേതൃത്വത്തിൽ കള്ള് ചെത്ത് വ്യവസായ തൊഴിലാളികൾ തൊടുപുഴ എക്സൈസ് ഓഫീസിന് മുമ്പിലേക്ക് മാർച്ചും ധർണയും നടത്തി. അന്താരാഷ്ട്ര ഗ്ലോക്കോമ വാരത്തോടനുബന്ധിച്ച് തൊടുപുഴ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. വാക്കത്തോണിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി നിർവഹിച്ചു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നിർമ്മിച്ച സെൽഫി പോയിന്റ് ശ്രദ്ധേയമാകുന്നു. പഞ്ചായത്തിലെ ഹരിത കർമ്മസേന ശേഖരിച്ച മാലിന്യ കുപ്പികളുടെ അടുപ്പുകൾ ഉപയോഗിച്ചാണ് ചിത്രശലഭത്തിന്റെ മാതൃകയിൽ സെൽഫി പോയിന്റ് നിർമ്മിച്ചിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. ബഫർ സോൺ പ്രഖ്യാപന വിഷയത്തിൽ സമരം ശക്തിപ്പെടുത്താൻ കാഞ്ഞാറിൽ ചേർന്ന UDF പ്രതിഷേധ സംഗമത്തിൽ നേതാക്കൾ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി 22 മുട്ടം MBIP ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തും. ജില്ലാ പഞ്ചായത്ത് അംഗം MJ ജേക്കബ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സംഗമം UDF ജില്ലാ കൺവീനർ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ബഫർ സോൺ പ്രഖ്യാപന വിഷയത്തിൽ സമരം ശക്തിപ്പെടുത്താൻ കാഞ്ഞാറിൽ ചേർന്ന UDF പ്രതിഷേധ സംഗമം തീരുമാനിച്ചു. 22 മുട്ടം MBIP ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. അറക്കുളം, കുടയത്തൂർ, മുട്ടം, ഇടവെട്ടി, ആലക്കോട്, വെള്ളിയാമറ്റം പഞ്ചായത്തുകളിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനങ്ങളും കുടുംബ സംഗമങ്ങൾ, ഹർത്താൽ ഉൾപ്പെടെ നടത്തുന്നതിനും തീരുമാനിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം MJ ജേക്കബ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സംഗമം UDF ജില്ലാ കൺവീനർ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. റിസർവ് ഫോറസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇച്ചിലൂടെ കഴിയുമ്പോഴത്തേനും അതിന്റെയും ബഫർ സോൺ വരാൻ പോവുകയാണ്. അതുപോലെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഹൈറേഞ്ചിലെ മതികെട്ടാൻ ചോല 2002, 2003 കാലഘട്ടങ്ങളിലൊക്കെ ഇറക്കി വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബഫർ സോൺ വന്നിരിക്കുകയാണ്. ബഫർ സോൺ വന്നപ്പോൾ രാജകുമാരി ടൗൺ വരെയും ബഫർ സോണാണ്. യാതൊരു നിർമ്മാണ പ്രവർത്തനവും അവിടെ നടത്താൻ പറ്റത്തില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഈ ജില്ലയിൽ മുഴുവൻ റിസർവ് ഫോറസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചിന്നക്കനാലിലും അതോടൊപ്പം തന്നെ കുഞ്ചിത്തണ്ണിയിലും ആനയിറങ്ങലിലും കൊമടിയിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ അറക്കുളം, കുടയത്തൂരും ഒക്കെ റിസർവ് ഫോറസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ ജില്ലയിൽ പുതിയതായിട്ട് റിസർവ് ഫോറസ്റ്റുകൾ വരുന്നത്? ഇതെല്ലാം ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ UDFന്റെ കാലത്ത് നമ്മൾ ഈ 10 ചെയ്യൻ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചതാണ്. അഡ്വക്കേറ്റ് ജോയി തോമസ്, റോയി കെ പൗലോസ്, സുരേഷ് ബാബു, M മോനിച്ചൻ, MK പുരുഷോത്തമൻ, TS ഷംസുദ്ദീൻ, രാജു ഓടയ്ക്കൽ, NI ബെന്നി, KK മുരളി, തങ്കച്ചൻ കോട്ടയ്ക്കകം, തോമസ് മാത്യു കാക്കുഴി എന്നിവർ പ്രസംഗിച്ചു. ഫോറസ്റ്റ് ആക്ടിൻ്റെ ഇതും പിൻവലിച്ചിട്ടില്ല. അത് ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തി അങ്ങ് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മളെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കാനുള്ള അനുമതിയൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് മാറ്റിയിട്ടില്ല. അത് താൽക്കാലികമായി ഒന്ന് പെൻഡിങ് വെച്ചിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ കർഷക വിരുദ്ധ നിലപാടുകളാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അത് ഫോറസ്റ്റ് ആക്ട് ആണെങ്കിലും നിർമ്മാണ നിരോധനമാണെങ്കിലും ഇപ്പോൾ ബഫർ സോണിൻ്റെ ഇത് നമുക്ക് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അതും. അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് നമ്മൾ ശക്തമായ സമരവുമായിട്ട് പോകണം. അതിനെല്ലാവരും തയ്യാറെടുക്കുക. ഞങ്ങളൊക്കെ ഉണ്ടാവും, ഞാനും ഉണ്ടാവും. 6 വർഷമാകാറായിട്ടും ഒരു ഉത്തരവ് ഒരു ജില്ലയ്ക്ക് മുഴുവൻ ബാധകമായി അത് പിൻവലിക്കാൻ സർവകക്ഷി യോഗം ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചു. ഒരു സർവകക്ഷി യോഗം സാധാരണഗതിയിൽ ഏകകണ്ഠമായിട്ട് തീരുമാനമെടുക്കാറില്ല. ഇത് ഏകകണ്ഠമായി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനിച്ചാണ് നിർമ്മാണ നിരോധന ഉത്തരവ് പിൻവലിക്കുന്നത്. 6 കൊല്ലമായിട്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് വീണ്ടും ഓരോരോ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ജനങ്ങൾക്കെതിരായി ഇറങ്ങുന്ന എല്ലാ ഉത്തരവുകളുടെയും അതിൻ്റെ ഉത്തരവാദി കോടതിയാണ് എന്ന് പറയാനുള്ള ഒരു കാരണം എങ്ങനെയെങ്കിലും ഗവൺമെൻറ് ഉണ്ടാക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റംബുട്ടാൻ കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊടിയത്തൂർ മുട്ടം ഈ മേഖലയിലാണ്.
ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവർ കൃഷി നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നിയന്ത്രണം വെക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ, ഒരു പമ്പ് ഹൗസ് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ വീട് വെക്കണമെങ്കിൽ, തൊഴിലാളികൾക്ക് താമസിക്കണമെങ്കിൽ, ഏത് കാര്യത്തിന് വേണ്ടിയാണ് നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് അനുമതി മേടിക്കണം. ആ അനുമതി മേടിച്ച് ഇവിടെ ഏതെങ്കിലും കാര്യം നടക്കുമോ? ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ? അതുപോലെ ആലക്കോട് സ്ഥലങ്ങളിലെ ബോധം കത്തിക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം ഈ 6 പഞ്ചായത്തും ഒരുപോലെ ഇതിൻ്റെ ഒരു തീവ്രത ഉയർത്തിക്കൊണ്ട് വരണം. അഗസ്റ്റിനെതിരായിട്ടുള്ള ആ ഒരു പുതിയ ഉന്മേഷം രൂപപ്പെടണം. സർക്കാരിനെതിരായിട്ടുള്ള വികാരം ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ഇന്ന് നമ്മൾ എഴുതുമ്പോൾ 2,94,800 രൂപ തരുന്നു കറക്റ്റായിട്ട്. ഇതെത്ര പേർക്കറിയാം? എന്തുകൊണ്ട് നമ്മളിത് ആൾക്കാരെ ഗ്രഹിക്കുന്നത്? ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ, ഏത് കാര്യം എടുത്താലും ഇപ്പൊ സർക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആരും അറിയാതെ പൂച്ച പാല് പിടിക്കുന്നത് പോലെ കാശ് നമ്മളെ നിൽക്കുകയാണ്. ഞാൻ എത്രയോ ഉദാഹരണം ഞാൻ ഒത്തിരി ഞാൻ കണ്ടിട്ടുള്ളതാണ്, അനുഭവിക്കുന്നതാണ്. ചെറുതായി പ്രതികരിക്കാതെ പറ്റുള്ളൂ. ഞങ്ങൾ സ്വന്തം സംഘടനയാണ്. ഞാൻ പ്രത്യേക രാഷ്ട്രീയക്കാർ എതിർപ്പില്ല. രാഷ്ട്രീയക്കാർ എല്ലാവരും കൂട്ടി ഈ കാര്യത്തോടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂസ് ബ്യൂറോ, കാഞ്ഞാർ. ബഫർ സോൺ നിർമ്മാണ നിയന്ത്രണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ജലസേചന വകുപ്പ് ഇറക്കിയ ഉത്തരവ് കത്തിച്ചു UDF പ്രതിഷേധിച്ചു. ബഫർ സോണിൽ ഉൾപ്പെട്ട കാഞ്ഞാർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ ശേഷമാണ് പഞ്ചായത്ത് ജംഗ്ഷനിൽ ഉത്തരവ് കത്തിച്ചത്. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ബഫർ സോൺ നിർമ്മാണ നിയന്ത്രണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ജലസേചന വകുപ്പ് ഇറക്കിയ ഉത്തരവ് അഗ്നിക്കിരയാക്കി UDF പ്രതിഷേധിച്ചു. ബഫർ സോണിൽ ഉൾപ്പെട്ട കാഞ്ഞാർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ ശേഷമാണ് പഞ്ചായത്ത് ജംഗ്ഷനിൽ ഉത്തരവ് കത്തിച്ചത്. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം, മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ, ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു, വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി, ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ, കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആഞ്ചലീന സിജോ, വെള്ളിയാമറ്റം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോസുകുട്ടി, മുട്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജോയി ജോൺ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞാർ. അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിലേക്ക്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ ധർണാ സമരം നടത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PS രജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് PP സാനു ആശംസ നേർന്നു. കേബിൾ TV ബ്രോഡ്ബാൻഡ് പോസ്റ്റ് വാടക കുറയ്ക്കുക, ഒന്നിൽ കൂടുതൽ കേബിളുകൾ പ്രത്യേക നിരക്ക് തീരുമാനം പിൻവലിക്കുക, കേന്ദ്ര സർക്കാർ റൈറ്റ് ഓഫ് പേ നിർദ്ദേശം നടപ്പിലാക്കുക, പോസ്റ്റ് വാടക 100 രൂപ കേബിൾ ടിവിക്ക് കൂടി ബാധകമാക്കി നടപ്പിലാക്കുക, ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച് പാവപ്പെട്ടവർക്ക് നൽകുന്ന കെ-ഫോൺ സൗജന്യ കണക്ഷനുകൾക്ക് പോസ്റ്റ് വാടക ഒഴിവാക്കുക, കെ-ഫോൺ ഫൈബർ അനുവദിക്കുന്നതിലെ കാലതാമസവും വിവേചനവും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൊടുപുഴയിൽ പ്രതിഷേധ ധർണാ സമരം നടത്തിയത്. തൊടുപുഴ KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുമ്പിലാണ് പ്രതിഷേധം നടത്തിയത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PS രജനീഷ് ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. COA ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിച്ചു. ആശംസകൾ നേർന്നുകൊണ്ട് BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് PP സാനു, DCC ജനറൽ സെക്രട്ടറി NI ബെന്നി, COA ജില്ലാ ട്രഷറർ ഷാജി C ജോസഫ് എന്നിവർ സംസാരിച്ചു. എല്ലാവർക്കും ജീവിക്കണം. പക്ഷേ കേരളത്തിൽ ഇന്ന് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത് മാഫിയകൾ മാത്രമാണ്. കോറി മാഫിയ, മണ്ണ് മാഫിയ, പെണ്ണ് മാഫിയ, ലോട്ടറി മാഫിയ, മയക്കുമരുന്ന് മാഫിയ തുടങ്ങിയ സമസ്ത മാഫിയകളുടെയും തടവറയായി, താവളമായി, വിഹാര ഭൂമിയായി, ഭാർഗവഭൂമി ഇന്ന് അനുദിനം അധപ്പതിച്ചുകൊണ്ടിരിക്കും. അന്തസ്സായി ജീവിക്കണം. അവർക്കും ഈ ഭൂമിയിൽ സർക്കാരിന് കരം കൊടുത്തുകൊണ്ട് തൊഴിലെടുക്കാൻ സാധിക്കണം. എന്നാൽ ഇതിനൊന്നും ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അഗസ്റ്റിൻ K ഡാനിയൽ സ്വാഗതവും ബിജോയ് S നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നെല്ലിക്കാമല നസ്രത്ത് മൗണ്ട് തീർത്ഥാടനത്തിന് തുടക്കമായി. വെള്ളിയാമറ്റം സെയിന്റ് ജോർജ് പള്ളിയുടെ കീഴിലുള്ള നെല്ലിക്കാമല തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വലിയ നോമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശിന്റെ വഴി ചൊല്ലി ഭക്തർ മല കയറും. 40-ാം വെള്ളി, ദുഃഖവെള്ളി ദിവസങ്ങളിൽ
കൂടുതൽ ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും വികാരി ഫാദർ ജെയിംസ് വെട്ടുകല്ലേൽ, കൈക്കാരന്മാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ നെല്ലിക്കാമല നസ്രത്ത് മൗണ്ട് കുരിശുമലയിലെ വലിയ നോയമ്പ് കാല തിരുനർ കർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കുരിശുമലയിലേക്ക് നോമ്പുകാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും തീർത്ഥാടനമുണ്ട്. കുരിശിൻ്റെ വഴിയല്ലേ മലയുടെ മുകളിലേക്കാണ് തീർത്ഥാടനം. രാവിലെ 9 മണിക്ക് ഞങ്ങളമ്പുഴ കവലയിൽ നിന്ന് ആരംഭിക്കും. 10:10 കുരിശിൻ്റെ മലമുകളിലെത്തും. അവിടെ പിന്നെ എല്ലാ നരസിക്കഞ്ഞി വിതരണവും ഒക്കെയുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഈ നോമ്പിലെ വെള്ളിയാഴ്ചകൾ 40 പള്ളി ആകുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർ വരും. വെള്ളിയാഴ്ച ഒത്തിരി ആൾക്കാർ വരും. 10,000 മുകളിൽ നിന്ന് ആൾക്കാർ വരും. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ അവിടെ ചില സൗകര്യങ്ങൾ കുറവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി തീർത്ഥാടനത്തിൽ ഒത്തിരി വരുന്ന സൗകര്യങ്ങളൊക്കെ കുറവുണ്ട്. അപ്പോൾ വണ്ടികൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വണ്ടിക്ക് തിരിച്ചു വരാനാണ് ഒരു സൗകര്യമില്ല. വഴിയുടെ വീതിക്കുറവിൻ്റെ പ്രശ്നമുണ്ട്. അതിന് എന്തെങ്കിലും ഇനി ടൂറിസം വകുപ്പിലൊക്കെ പറഞ്ഞ് വീതി എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യണമെന്നൊക്കെ പദ്ധതിയുണ്ട്. അപ്പം അങ്ങനെ ആ വഴിയൊക്കെ വീതി കൂട്ടി സൗകര്യമായി കഴിഞ്ഞാൽ ഒത്തിരി നല്ല സ്ഥലമാണ്. ഒത്തിരി ആൾക്കാർ വരും, ഒത്തിരി തീർത്ഥാടകർ വരും. അത് വന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം നല്ല കാലാവസ്ഥയിൽ നല്ലൊരു ഇപ്പോൾ റിസോർട്ടുകളൊക്കെ ഭാഗത്ത് വരുന്നുണ്ട്. അത് മുന്നോട്ട് ഒത്തിരി വികസന സാധ്യതകളുള്ള സ്ഥലമാണ്. ഗവൺമെൻറ് ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ നല്ല സ്ഥലമാക്കി എടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. വെള്ളിയാമറ്റം സെന്റ് ജോർജ് പള്ളിയുടെ കീഴിലുള്ള നെല്ലിക്കാമല തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വലിയ നോയമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശിന്റെ വഴിചൊല്ലി ഭക്തർ മല കയറും. വെള്ളിയാഴ്ചകളിൽ രാവിലെ 9-ന് ഞരളമ്പുഴ കവലയിൽ ഒത്തുചേർന്നാണ് മലകയറ്റം. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ നടന്ന് കുരിശിന്റെ വഴിയും പ്രാർത്ഥനയുമായി മുകളിലെ കുരിശ് പള്ളിയിലെത്തും. തുടർന്ന് സമാപന പ്രാർത്ഥനയും നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടാകും. ഏപ്രിൽ 11, 40-ാം വെള്ളി, 18 ദുഃഖവെള്ളി ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് വികാരി ഫാദർ ജെയിംസ് വെട്ടുകല്ലേൽ, കൈക്കാരന്മാരായ ജോസ്കുട്ടി അറക്കപ്പറമ്പിൽ, ജോണി വെട്ടത്ത്, ജോസുകുട്ടി അലകനാൽ, ജോസ് തിരുതാളിൽ എന്നിവർ മൂലമറ്റത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. AITUCയുടെ നേതൃത്വത്തിൽ കള്ള് ചെത്ത് വ്യവസായ തൊഴിലാളികൾ തൊടുപുഴ എക്സൈസ് ഓഫീസിന് മുമ്പിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചെത്ത് തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു. VR പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സമരത്തിൽ PP ജോയി, PS സുരേഷ്, PN വിജയൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഒന്നാമത്തെ വ്യവസായമാണ് കള്ളിച്ചെത്ത് വ്യവസായം. ഈ വ്യവസായത്തിന്റെ ഒരു പ്രത്യേകത, സർക്കാരിന് കാശ് കൊടുത്തുകൊണ്ട് തൊഴിലാളികളെ സംരക്ഷിച്ച് തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം വിറ്റ് നടത്തുന്ന ഏക പരമ്പരാഗത വ്യവസായമാണ് കള്ളിച്ചെത്ത് വ്യവസായം. എന്നാൽ സർക്കാരിന് അങ്ങോട്ട് പണം കൊടുക്കുന്ന വ്യവസായം എന്ന നിലയിൽ ഈ പരമ്പരാഗത വ്യവസായത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റും എക്സൈസ് വകുപ്പും വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്നതാണ് AITUCക്കുള്ള വിമർശനം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുവാൻ മാത്രമല്ല, ഈ ഗവൺമെന്റിനെ സംരക്ഷിക്കുവാൻ വേണ്ടി എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു തൊഴിലാളി വിഭാഗമാണ് കേരളത്തിലെ കള്ളിച്ചെത്ത് വ്യവസായത്തിലെ പരമ്പരാഗത തൊഴിലാളികൾ. ആ തൊഴിലാളികളെയും അവരുടെ വ്യവസായത്തെയും സംരക്ഷിക്കുവാൻ സർക്കാർ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കള്ള് ഷാപ്പുകൾക്ക് 400 മീറ്റർ ദൂരപരിധി, ബാറുകൾക്ക് 50 മീറ്റർ ദൂരപരിധി, വിദേശ മദ്യശാലയുടെ പുതിയ ഔട്ട്ലെറ്റുകൾ തുറന്നതിനും 50 മീറ്റർ ദൂരപരിധി. എന്തൊരു വിരോധാഭാസമാണ്! വീര്യം കൂടിയ മദ്യം വിൽക്കുവാൻ ദൂരപരിധി കുറയ്ക്കുന്നു. നമ്മൾ വീര്യം കുറഞ്ഞ മദ്യം എന്ന നിലയിൽ, ഒരു പോഷകാഹാരം എന്ന നിലയിൽ നമ്മുടെ കേരളത്തിലെ കള്ളിച്ചെത്ത് വ്യവസായത്തിലെ തൊഴിലാളികൾ കൃഷിയിടങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം എന്ന നിലയിൽ കൊടുക്കുന്ന കള്ളുഷാപ്പ് നടത്തണമെങ്കിൽ 400 മീറ്റർ. എത്ര മോശമായ സമീപനമാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ വ്യവസായത്തോട് സ്വീകരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് അടിയന്തരമായി
കള്ളുഷാപ്പുകളുടെ ദൂരപരിധി ഒഴിവാക്കണം. അത് 50 മീറ്റർ ആണെങ്കിൽ 50 മീറ്ററിലേക്ക് കള്ളു വ്യവസായത്തെയും കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അന്താരാഷ്ട്ര ഗ്ലോക്കോമ വാരത്തോടനുബന്ധിച്ച് തൊടുപുഴ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. വാക്കത്തോണിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി നിർവഹിച്ചു. ഡോക്ടർ ഗീതു കുര്യൻ, ഡോക്ടർ അനു എലിസബത്ത് എന്നിവർ ഗ്ലോക്കോമയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. ലോകത്തിൽ തന്നെ അന്ധതയ്ക്ക് കാരണമായ രണ്ടാമത്തെ രോഗമായ ഗ്ലോക്കോമ കാഴ്ചയുടെ നിശബ്ദ കൊലയാളിയാണ്. ഈ നിശബ്ദ രോഗത്തെപ്പറ്റി അവബോധരാക്കാനാണ് എല്ലാ വർഷവും മാർച്ച് 9 മുതൽ 16 വരെ ഗ്ലോക്കോമ വാരമായി ആചരിക്കുന്നത്. വ്യക്തമായി ഭാവി കാണുക എന്നതാണ് ഈ വർഷത്തെ ഗ്ലോക്കോമ ദിനത്തിന്റെ വിഷയം. എന്താണ് ഗ്ലോക്കോമ എന്നും എങ്ങനെ ചികിത്സിക്കാമെന്നും ജനത്തിന് അവബോധം സൃഷ്ടിക്കുവാൻ വേണ്ടി തൊടുപുഴ അഹല്യ ഫൗണ്ടേഷൻസ് ആൻഡ് ഐ ഹോസ്പിറ്റൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. വാക്കത്തോണിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി നിർവഹിച്ചു. ഗ്ലോക്കോമ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കാഴ്ചയുടെ ഒരു നിശബ്ദ കൊലയാളിയാണ്. നിശബ്ദ കൊലയാളി എന്ന് പറയാൻ കാരണം ഗ്ലോക്കോമ ബാധിച്ച് കുറെ കാലങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതും അപ്പോഴേക്കും നമ്മുടെ കണ്ണിന്റെ അവസ്ഥ വളരെ മോശമായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്ലോക്കോമ വാരാചരണം പ്രമാണിച്ച് നമ്മുടെ അഹല്യ ഹോസ്പിറ്റൽ ഒരു ബോധവൽക്കരണ പരിപാടിയുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഗ്ലോക്കോമയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെസ്റ്റുകളുണ്ട്, അവ നടത്തേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും കണ്ണിന്റെ സമ്മർദ്ദം വർദ്ധിച്ച് ക്രമേണ കാഴ്ചശക്തി നശിച്ച് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു തിരിച്ചുവരവ് എളുപ്പമല്ല. ഗ്ലോക്കോമയുടെ തുടക്കം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ തന്നെ ചികിത്സിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഗ്ലോക്കോമ മൂലം കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതും അതുമൂലമുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാവുന്നതുമാണ്. വാക്കത്തോണിനോട് അനുബന്ധിച്ച് തൊടുപുഴ മിനി സിവിൽ സർവീസ് സ്റ്റേഷന് മുന്നിൽ ഡോക്ടർ അനു എലിസബത്ത് ഗ്ലോക്കോമയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. കാഴ്ചയെ ബാധിക്കുന്ന പ്രധാന അസുഖങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തിമിരമാണ്. തിമിരം കഴിഞ്ഞാൽ കാഴ്ചയെ ബാധിക്കുന്ന രണ്ടാമത്തെ അസുഖം ഗ്ലോക്കോമ എന്ന അസുഖമാണ്. ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ പ്രഷർ കൂടുന്നതിനോടനുബന്ധിച്ച് കാഴ്ച ഞരമ്പിന് തേയ്മാനം വരുന്ന ഒരു കണ്ടീഷനാണത്. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ച ഞരമ്പിന് വരുന്ന തേയ്മാനം അത് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതല്ല, അത് തിരിച്ച് ശരിയാക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വരാതിരിക്കുക, അതിനുള്ള പ്രവണത നമ്മുടെ കണ്ണിലുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഗ്ലോക്കോമയുടെ രോഗലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90% ആളുകളിലും പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. 10% ആളുകളിൽ മാത്രമാണ് ചില രോഗലക്ഷണങ്ങളുമായിട്ട് ഗ്ലോക്കോമ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാറുള്ളത്. അപ്പൊ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാം ഗ്ലോക്കോമ നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്? അപ്പൊ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു 40 വയസ്സിന് ശേഷം ഗ്ലോക്കോമ രോഗനിർണയം നേരത്തെ തന്നെ ചെയ്യാനായിട്ട് കണ്ണിന്റെ പ്രഷർ ചെക്ക് ചെയ്യുക. ആ പ്രഷർ ചെക്ക് ചെയ്യുന്നതിന്റെ ഒരു പ്രഷറിന്റെ നോർമൽ ഒരു നമ്പർ 12 മുതൽ ഒരു 20-21 വരെയാണ്. ആ ഒരു റേഞ്ചിൽ പ്രഷർ നിൽക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ 20-21 അനുബന്ധിച്ചാണ് പ്രഷർ എന്നുണ്ടെങ്കിൽ വേറെ ഒരു ടെസ്റ്റ് ഉണ്ട്, പെരിമെട്രി എന്ന് പറയും. നമ്മുടെ കണ്ണിന്റെ ഫീൽഡ് നോക്കുന്ന ഒരു ടെസ്റ്റ് ആണ്. നമുക്ക് നേരെ നോക്കുമ്പോഴും കാണാൻ പറ്റും, ഈ സൈഡുകളിലേക്കും കാണാൻ പറ്റും. എന്നാൽ ഗ്ലോക്കോമ ബാധിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ കാഴ്ച, സൈഡുകളിൽ നിന്നുള്ള കാഴ്ച മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. എന്നാൽ അത് രോഗിക്ക് തിരിച്ചറിയാൻ സാധിക്കാറുമില്ല. ഈ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ആ സൈഡുകളിൽ നിന്നുള്ള കാഴ്ച നമുക്ക് മെല്ലെ മങ്ങി വരുന്നുണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അറ്റ്ലീസ്റ്റ് എല്ലാവരും ശരീരത്തിൽ BP, ഷുഗർ ഒക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാറുണ്ട് ആളുകള്. അതേപോലെ തന്നെ പ്രധാനമാണ് കണ്ണിന്റെ പ്രഷറും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത്. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് പരിസരത്ത് അഹല്യ ഫൗണ്ടേഷൻസ് ആൻഡ് ഐ ഹോസ്പിറ്റൽ ഫോക്കോ ആൻഡ് ഗ്ലോക്കോമ സർജൻ ഗീതു കുര്യൻ ബോധവൽക്കരണം നടത്തി. വാക്കത്തോണിൽ ഡോക്ടർ ജെയിൻ ജോർജ്, എബിൻ ജോസ്, വിഷ്ണുരാജ്, വിനീത് മിനു, ജിൽമോൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അവയവദാനത്തിന് കാര്യമായ പ്രചാരണം ഇല്ലാതിരുന്ന കാലത്ത് തൻ്റെ വൃക്ക ദാനം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും സംതൃപ്തിയും
കരിമണ്ണൂർ സ്വദേശിയായ അത്തിക്കൽ ജോയി ജോസഫിന്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. 3.5 പതിറ്റാണ്ട് മുമ്പാണ് തന്റെ സഹോദരനും പാലാ ചെറുപുഷ്പം ആശുപത്രിയിലെ സർജനുമായിരുന്ന ഡോക്ടർ വിൻസെന്റ് ജോസഫിന് വൃക്ക നൽകിയത്. 3.5 പതിറ്റാണ്ട് പിന്നിട്ട വൃക്കദാനത്തിന്റെ മഹത്വത്തെപ്പറ്റി അദ്ദേഹം പറയുന്നു. കാലത്തിനു മുൻപേ സഞ്ചരിക്കുന്നവരാണ് മഹത് വ്യക്തികൾ. അവയവദാനത്തിന് കാര്യമായ പ്രചാരമില്ലാതിരുന്ന കാലത്ത് സ്വന്തം സഹോദരന് വൃക്ക നൽകി കരുണയുടെയും കരുതലിന്റെയും സന്ദേശം നൽകാൻ കഴിഞ്ഞതിന്റെ സന്തോഷം കരിമണ്ണൂർ സ്വദേശിയായ അത്തിക്കൽ ജോയി ജോസഫിന്റെ മനസ്സിൽ നിന്ന് ഇന്ന് മാഞ്ഞിട്ടില്ല. 3.5 പതിറ്റാണ്ട് മുൻപാണ് തന്റെ സഹോദരനും പാലാ ചെറുപുഷ്പം ആശുപത്രിയിലെ സർജനുമായിരുന്ന ഡോക്ടർ വിൻസെന്റ് ജോസഫിന് തന്റെ വൃക്കകളിലൊന്ന് ദാനം ചെയ്തത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ വിരലിലെണ്ണാവുന്നത് മാത്രമായിരുന്നു അന്ന് നടന്നിരുന്നത്. 38 വയസ്സ് മാത്രമായിരുന്നു അന്ന് ജോയിക്ക്. തന്റെ ഇളയ കുട്ടിക്ക് 2 വയസ്സുണ്ടായിരുന്നപ്പോഴായിരുന്നു സർജറി. അധ്യാപകരായ കരിമണ്ണൂർ അത്തിക്കൽ AM ജോസഫിന്റെയും ഏലിക്കുട്ടി ജോസഫിന്റെയും 7 മക്കളിൽ 4-ാമനാണ് ജോയി ജോസഫ്. 3 സഹോദരങ്ങളും 3 സഹോദരിമാരുമാണ് ജോയി ജോസഫിനുള്ളത്. പരിശോധനയിൽ തന്റെ വൃക്ക സഹോദരന് ചേരുമെന്ന് കണ്ടെത്തിയതോടെ രണ്ടാമതൊന്ന് ആലോചിച്ചില്ല എന്ന് ജോയി ജോസഫ് പറയുന്നു. ഏറ്റവും മൂത്ത ചേട്ടനാണ് വേണ്ടിയിട്ടാണ് കിഡ്നി ഡൊണേറ്റ് ചെയ്തത്. ചേട്ടൻ പാലാ ചെറുപുഷ്പം ഹോസ്പിറ്റലിലെ സർജനായിരുന്നു. 91-ലാണ് ഇങ്ങനെ കിഡ്നി ഫെയിലിയറായി അറിയണത്. പിന്നെ വലിയൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. വലിയൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം നടന്ന് പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ കിഡ്നി മാച്ചിങ് നോക്കി. ഇപ്പോൾ എൻ്റെ കിഡ്നി ഏകദേശം മാച്ചിങ്ങാന്നുള്ള അറിഞ്ഞു. അപ്പോൾ കിഡ്നി കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ എന്നാൽ കിഡ്നി 91 കിഡ്നി ഡൊണേറ്റ് ചെയ്ത് ഓപ്പറേഷൻ കഴിഞ്ഞു. ഒരാഴ്ച അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിന്നെ അത് കഴിഞ്ഞ് ഒരു മാസത്തോളം പുറത്തൊരു വീടെടുത്ത് അവിടെ വലിയൊരു തന്നെ താമസിക്കുമായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോന്നു. അങ്ങനെ തിരിച്ചു പോന്നു. മൊത്തം 6 മാസം റെസ്റ്റ് എടുത്തു. അതിനുശേഷം പണികൾ, എനിക്ക് കൃഷിയാണ്, പറമ്പിലെ പണികൾ, എല്ലാ പണികളും തന്നെ ചെയ്യുമായിരുന്നു. കിഡ്നി കൊടുത്തതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഇപ്പോൾ ഈ നിമിഷം വരെ ഒരു വിഷയമില്ല. എല്ലാവർക്കും വലിയ വിഷമമായിരുന്നു. അമ്മച്ചി പറഞ്ഞു അമ്മച്ചിയുടെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം അമ്മച്ചിയുടെ പ്രായം കഴിഞ്ഞു പോയതുകൊണ്ട് പറ്റത്തില്ല. പിന്നെ എല്ലാവരും കൊടുക്കാനൊക്കെ തയ്യാറായെങ്കിലും അവസാനം ഇതാണ് എടുക്കേണ്ടി വന്നത്. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലായിരുന്നു ശസ്ത്രക്രിയ. ഇപ്പോൾ 71 വയസ്സായി. അന്നു മുതൽ ഇന്ന് വരെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്പം പോലും അലട്ടിയിട്ടില്ല. ഇപ്പോഴും കൃഷികാര്യങ്ങളിൽ വ്യാപൃതനാണ്. താൻ വൃക്ക നൽകിയ സഹോദരൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന ദുഃഖം മാത്രമാണ് ജോയിക്കുള്ളത്. ഡോക്ടർ വിൻസെന്റ് വൃക്ക സ്വീകരിക്കുമ്പോൾ 45 വയസ്സുള്ള ആളായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഹൃദയാഘാതം മൂലം മരണമടയുകയായിരുന്നു. ആതുര ശുശ്രൂഷ രംഗത്ത് പ്രതിഭ തെളിയിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അക്കാലത്ത് ജർമ്മനിയിലാണ് മെഡിക്കൽ പഠനം പൂർത്തീകരിച്ചത്. തുടർന്ന് പാലാ ചെറുപുഷ്പം ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. ഭാര്യ കൊച്ചിറാണി, ഏക മകൾ നദീൽ. ഇവർ എറണാകുളത്താണ് താമസിക്കുന്നത്. ഡോക്ടർ വിൻസെന്റിന്റെ മരണത്തിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഇളയ മകന് വിൻസെന്റ് എന്ന പേരും നൽകി ജോയി. ചേട്ടന്റെ പേരാണ് എൻ്റെ ഇളയ മോന ഇട്ടേക്കണ വിൻസെന്റ് എന്ന്. ചേട്ടനാണ് തലവട്ടപ്പൻ. ഇളയ പെങ്ങള് തലവട്ടമ്മയായിരുന്നു. എൻ്റെ ചേട്ടന്റെ പേര് തന്നെയാണ് അവനിട്ടേക്കണത്. മണിമലത്തറപ്പിൽ MS ജോസഫിന്റെ മകൾ മോളിയാണ് ഭാര്യ. മകൾ ബെറ്റ്സി. പൈക തൂങ്കുഴിയിൽ സിജോയാണ് ബെറ്റ്സിയുടെ ഭർത്താവ്. ആഷിക, എയ്ഡൻ, ഇസബൽ എന്നീ 3 മക്കൾക്കൊപ്പം USA-യിലാണ്. കൊച്ചി IBM-ൽ ജോലി ചെയ്യുന്ന മൂത്ത മകൻ ബെറ്റ്സൺ നെയ്ശ്ശേരി തോട്ടത്തിമ്യാലിൽ കുടുംബാംഗമായ ലിൻഡയെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഇവർക്ക് മെലീസ, ജോഷുവ എന്നീ 2 മക്കളുണ്ട്. ഇളയ മകൻ വിൻസെന്റും IT മേഖലയിലാണ്. ബാംഗ്ലൂരിലാണ് ജോലി. അവയവദാനം ഏറെ മഹത്തരമാണെന്നും ഈ പുണ്യകർമ്മത്തിനായി ധാരാളം പേർ കടന്നു വരണമെന്നും അതുവഴി അനേകർക്ക് ജീവനും ആരോഗ്യവും ലഭിക്കാൻ ഇടയാകട്ടെയെന്നുമാണ് ജോയി ജോസഫിന്റെ പ്രാർത്ഥന. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഇങ്ങനെ ധ്യാനം ചെയ്യാൻ ഇപ്പോഴത്തെ തലമുറ മുന്നോട്ട് വരുന്നത് നല്ല കാര്യമാണ്. കിഡ്നി മാത്രമല്ല മറ്റു പല ഉപയോഗങ്ങളും, കണ്ണും പല ഉപയോഗങ്ങളും ഉണ്ടല്ലോ ഇങ്ങനെ മാറ്റിവെക്കണം. അതിന് ഇപ്പോഴത്തെ തലമുറകൾ മുന്നോട്ട് വരുന്നത് വന്ന നല്ല കാര്യമാണ്. അതിനൊരു ഇതിങ്ങനെ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാനായ ഫാദർ ഡേവിഡ് ചിറമേൽ ഉൾപ്പെടെയുള്ളവർ വൃക്കദാനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി നാടെങ്ങും സഞ്ചരിച്ചത് വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ആരും പറയാതെ ഈ പുണ്യകർമ്മത്തിന് തുടക്കമിടാൻ കഴിഞ്ഞു എന്നതിലാണ് ജോയി ജോസഫിന്റെ മഹത്വം.
ഉണക്കമുന്തിരി പറക്ക പറക്ക മടുക്കുവോളം തിമ്മക്ക് തിന്നക്ക് തേങ്ങ കൊത്തുന്ന കൊറക്ക കൊറക്ക വെത്തിലം പാക്കും ചവയ്ക്ക് ചവയ്ക്ക് പന്തലും മൊത്തം തിരക്ക് തിരക്ക് പെണ്ണും ചെക്കനും വേറൊക്കെ വേറൊക്കെ പെണ്ണിന്റെ മുഞ്ച് കണ്ടക്ക് കണ്ടക്ക് ചെക്കൻ്റെ പത്രസ് കണ്ടക്ക് കണ്ടക്ക് പെണ്ണും ചെക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക പെണ്ണും ചെക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക ഉണക്കമുന്തിരി പറക്ക പറക്ക മടുക്കുവോ തിന്നക്ക് തിന്നക്ക് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നിർമ്മിച്ച സെൽഫി പോയിന്റ് ശ്രദ്ധേയമാകുന്നു. പഞ്ചായത്തിലെ ഹരിത കർമ്മസേന ശേഖരിച്ച മാലിന്യ കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് ചിത്രശലഭത്തിന്റെ മാതൃകയിൽ സെൽഫി പോയിന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ആളുകൾക്ക് സെൽഫി എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മികച്ച ലൈക്കും ഷെയറും കിട്ടുന്ന ചിത്രത്തിന് ക്യാഷ് അവാർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് കുപ്പികളിലെ അടപ്പുകൾ ഉപയോഗിച്ചാണ് വിവിധ വർണ്ണങ്ങളിൽ സെൽഫി പോയിന്റ് ഒരുക്കിയിരിക്കുന്നത്. ചിത്രശലഭത്തിന്റെ മാതൃകയിലാണ് സെൽഫി പോയിന്റ് നിർമ്മിച്ചിരിക്കുന്നത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിന് മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന് മുന്നോടിയായുള്ള ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ പ്രവർത്തനം പഞ്ചായത്ത് കാഴ്ചവെച്ചത്. നമ്മൾ മാർച്ച് 30 ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേയിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് വിപുലമായ പരിപാടികളോടുകൂടി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം നമ്മൾ പ്രഖ്യാപനത്തിനൊരുങ്ങിയാണ്. അപ്പോൾ ഈ സെൽഫി പോയിന്റ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഹരിതകർമ്മസേനക്കാരുടെ വിയർപ്പിൻ്റെ ഫലമായിട്ട് ലഭിച്ച കുപ്പി അടപ്പുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇത് കേരള ബാങ്കാണ് നമുക്ക് ഇതിൻ്റെ ഒരു സ്പോൺസർമാരായിട്ട് ഈ സെൽഫി പോയിന്റ് സ്ഥാപിക്കാനായിട്ട് സഹകരിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും ഏറ്റവും ബഹുമാനിയായ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളോടും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി ആശംസിക്കുന്നു. നെടുങ്കണ്ടം സ്വദേശിയായ പ്രിൻസ് എന്ന ശില്പിയാണ് നിർമ്മിച്ചത്. ആളുകൾക്ക് ഇവിടെ എത്തി സെൽഫി എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാനുള്ള അവസരവുമുണ്ട്. ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന ചിത്രത്തിന് ക്യാഷ് പ്രൈസും ഒരുക്കിയിട്ടുണ്ട്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം രാജ്യത്തിന് മാതൃകയാണ്. കേരളത്തിലെ മികച്ച ഹരിതകർമ്മ സേനയാണ് ഇരട്ടയാറ്റിലേത്. നിരവധി പുരസ്കാരങ്ങളടക്കം ഇരട്ടയാറ്റിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നേടാനായി. മാലിന്യമുക്ത നാളേക്കായുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ സെൽഫി പോയിന്റ് എന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വിശദീകരിക്കുന്നു. പോക്സോ കേസിൽ യുവാവിന് 29 വർഷം കഠിന തടവും 65,000 രൂപ പിഴയും ശിക്ഷ. നെടുങ്കണ്ടത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് പ്രതിയായ പാമ്പാടുംപാറ നെല്ലിപ്പാറ ചെമ്പോട്ടിൽ വീട്ടിൽ ഷിനസിനെ കട്ടപ്പന പോക്സോ കോടതി ശിക്ഷിച്ചത്. പോക്സോ വകുപ്പ് പ്രകാരം 20 വർഷത്തെ കഠിന തടവും IPC വകുപ്പ് പ്രകാരം 9 വർഷത്തെ കഠിന തടവുമാണ് വിധിച്ചത്. 2022 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സുസ്മിത ജോൺ ഹാജരായി. KPMS ശാസ്താംപാറ ശാഖാ വാർഷിക സമ്മേളനം നടന്നു. ശാസ്താംപാറ ശബരിനന്ദനം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് രമ്യ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് MK പരമേശ്വരൻ മുഖ്യ പ്രഭാഷണം നടത്തി. കേരള പുലിയർ മഹാസഭ KPMS ശാസ്താംപാറ ശാഖാ വാർഷിക സമ്മേളനം നടന്നു. സമ്മേളന ഭാഗമായി ശാസ്താംപാറ മുരളിക്കവലിയിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനം സമ്മേളന നഗരിയിലേക്ക് നടന്നു. KPMS സിന്ദാബാദ്, KPMS സിന്ദാബാദ്, ശാഖാവാർഷിക സിന്ദാബാദ്, ശാഖാവാർഷിക സിന്ദാബാദ്, ശാഖാവാർഷിക സിന്ദാബാദ്, ശാഖാവാർഷിക സിന്ദാബാദ്, പച്ച നിറത്തിൽ നീല നിറത്തിൽ. ശാസ്താംപാറ ശബരിനന്ദനം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട്
മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ജാതിക്കോ മതത്തിനോ യാതൊരു പ്രസക്തിയുമില്ല എന്ന് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഈ വാർഡിന്റെ മെമ്പറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർഷികത്തിൽ പങ്കെടുക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. നമുക്കറിയാം ഒത്തിരി പോഷക സംഘടനകൾ ഈ KPMസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. SC ST നമുക്കറിയാം പഞ്ചായത്തിലാണെങ്കിലും SC മേഖലയ്ക്കും ST മേഖലയ്ക്കും നമുക്ക് ഇത്ര തുക മാറ്റിവെച്ചാൽ മാത്രമാണ് നമുക്ക് DPCയുടെ ഒരു അംഗീകാരം കിട്ടി നമുക്ക് നമ്മുടെ പദ്ധതികളെ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും തുല്യ സമത്വമുള്ള ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. അവിടെ ജാതിക്കോ മതത്തിനോ ഒന്നും അവിടെ പ്രസക്തിയില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒറ്റ കുടക്കീഴിൽ കഴിയുന്ന സമൂഹമായിട്ടാണ് ഇന്ന് സമൂഹത്തിൽ കഴിയുന്നത്. ഇതിന്റെ എല്ലാം പിന്നില് നമുക്കറിയാം ഏതൊരു പ്രസ്ഥാനത്തിനും അതിൻ്റെതായ ഒരു നേതൃത്വം ഉണ്ടായിരിക്കണം. ആ മരിച്ചു പോയെങ്കിലും ആ മഹാത്മാക്കളുടെ ശ്രമഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഓരോരുത്തരും സ്വീകരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യമെന്ന് നമുക്ക് മറക്കാൻ സാധിക്കില്ല. ശാഖാ പ്രസിഡന്റ് രമ്യ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് MK പരമേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ സെക്രട്ടറി സുരേഷ് കണ്ണൻ, ശാഖാ സെക്രട്ടറിമാരായ രാജപ്പൻ, ശാഖാ ഖജാൻജി അഖില രാജൻ, ഗോപാലൻ കൊച്ചുകുഞ്ഞ് എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി രമ്യ കൃഷ്ണൻ, ശാഖാ പ്രസിഡന്റ് മായ രാജപ്പൻ, ശാഖാ സെക്രട്ടറി അഖില രാജൻ ഖജാൻജി എന്നിവരടങ്ങുന്ന 13-അംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ബസ്സിൽ യാത്രയ്ക്കിടെ കുഴഞ്ഞു വീണ യാത്രക്കാരിയുമായി ബസ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിലേക്ക് പാഞ്ഞു. തൊടുപുഴ ചെപ്പുകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന പാലാഴി ബസ് വ്യാഴാഴ്ച രാവിലെ 9:30 ചെപ്പുകുളത്ത് നിന്നും തൊടുപുഴയ്ക്ക് പോരുന്ന വഴിയിൽ വെള്ളാംതാനത്ത് വെച്ചാണ് സംഭവം. ഇവർ ബസ്സിൽ കയറി മിനിറ്റുകൾക്കുള്ളിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തട്ടക്കുഴ വെള്ളാംതാനം സ്വദേശി വടുതലയിൽ 5 അഖിലാണ് കുഴഞ്ഞു വീണത്. ഈ സമയം ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ അജിത്തും കണ്ടക്ടർ മാർട്ടിനും ബസ് മറ്റൊരിടത്തും നിർത്താതെ കരിമണ്ണൂർ സെന്റ് മേരീസ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പൈങ്കുളം സെന്റ് തോമസ് UP സ്കൂളിൽ പഠനോത്സവം നടത്തി. ഇതിന്റെ ഭാഗമായി പഠന പ്രവർത്തനങ്ങളുടെ അവതരണവും പ്രദർശനവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു ഷാജി ബ്ലോക്ക് തല പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളിക്കാമുറി LF LPSലെ പ്രധാന അധ്യാപകൻ ജിവിൻ ജോസഫ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പൈങ്കുളം സെന്റ് തോമസ് UP സ്കൂളിൽ വിപുലമായ പഠന പ്രവർത്തനങ്ങളുടെ അവതരണവും പ്രദർശനവും മെറിറ്റ് ഡേയും ആഘോഷിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു ഷാജി ബ്ലോക്ക് തല പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ സ്കൂൾ HM സ്വാഗതം ആശംസിച്ചു. മുഖ്യാതിഥിയായി പള്ളിക്കാമുറി LF LPSലെ പ്രധാന അധ്യാപകൻ ജിവിൻ ജോസഫ് പങ്കെടുത്തു. ടീച്ചേഴ്സ് മാത്രമാണോ? അമ്മ വെരി ഗുഡ്. അപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ വീട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതുപോലെ തന്നെ വീട് പോലെ തന്നെയാണ് വിദ്യാലയം അല്ലേ? സ്കൂളിൽ വന്ന് കുറെ കാര്യം പഠിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നല്ല രീതിയിൽ ഇരിക്കാൻ അല്ലെങ്കിൽ ഒരു അദ്ദേഹം കലാകായിക പ്രതിഭകളെ ആദരിക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. PTA MPTA പ്രതിനിധികളും രക്ഷിതാക്കളും പഠനോത്സവത്തിന്റെ ഭാഗമായി. കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളുടെ മികവാർന്ന അവതരണം, ഗണിതശാസ്ത്ര പഠനോപകരണങ്ങൾ, ഭാഷാടിസ്ഥാനത്തിലുള്ള ചാർട്ടുകൾ, പരീക്ഷണങ്ങൾ എന്നിവയുടെ പ്രദർശനവും പഠനോത്സവത്തോട് അനുബന്ധിച്ച് നടത്തി. ന്യൂസ് ബ്യൂറോ, പൈങ്കുളം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബഫർ സോൺ വിഷയത്തിൽ UDF നേതൃത്വത്തിൽ പ്രതിഷേധം കനക്കുന്നു. ജലസേചന വകുപ്പ് ഉത്തരവ് കത്തിച്ച് UDF പ്രതിഷേധിച്ചു. 22 മുട്ടം MBIP ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിലേക്ക് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ ധർണാ സമരം നടത്തി.
AITUC-യുടെ നേതൃത്വത്തിൽ കള്ളുചെത്ത് വ്യവസായ തൊഴിലാളികൾ തൊടുപുഴ എക്സൈസ് ഓഫീസിന് മുമ്പിലേക്ക് മാർച്ചും ധർണയും നടത്തി. അന്താരാഷ്ട്ര ഗ്ലോക്കോമ വാരത്തോടനുബന്ധിച്ച് തൊടുപുഴ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. വാക്കത്തോണിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി നിർവഹിച്ചു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നിർമ്മിച്ച സെൽഫി പോയിന്റ് ശ്രദ്ധേയമാകുന്നു. പഞ്ചായത്തിലെ ഹരിത കർമ്മസേന ശേഖരിച്ച മാലിന്യ കുപ്പികളുടെ അടുപ്പുകൾ ഉപയോഗിച്ചാണ് ചിത്രശലഭത്തിന്റെ മാതൃകയിൽ സെൽഫി പോയിന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.